ടർക്കിയും കോഴിയും മുയലുമൊക്കെ ഒരു ചെറുകിട പുരയിട കൃഷിയിൽ ചെയ്ത സംഭാവനകൾ എത്രയെന്ന് കേരളത്തിലെ കർഷകരോട് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. എന്നാൽ കോട്ടയം ജില്ലയിൽ മുട്ടിച്ചിറയിൽ മരിയ ഫാമിൽ ഇവയെ പ്രത്യേക രീതിയിലാണ് സംരക്ഷിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നത്. ഫാമിൻ്റെ ഉടമസ്ഥനായ ശ്രീ മാത്യു തന്നെ അവ വിശദീകരിക്കും. ശ്രീ മാത്യു, ടർക്കി വളരെ പ്രധാനപ്പെട്ടൊരു പക്ഷിയാണ്. പ്രത്യേകിച്ചും ഈ ക്രിസ്മസ് കാലത്തൊക്കെയാണ് അതിൻ്റെ ഇറച്ചിക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. എനിക്ക് തോന്നുന്നു ഈ പുരയിട കൃഷിയിൽ ഏറ്റവും ആദായകരമായി വളർത്താൻ കഴിയുന്ന ഒരു പക്ഷിയാണ് ടർക്കി. എങ്ങനെയാണ് നമ്മുടെ ഫാമിൽ എങ്ങനെയാണ് ഇതിൻ്റെ സംരക്ഷണം? നമ്മളിവിടെ പ്രത്യേക കേജിലാക്കി വളർത്തുന്നത്. എന്നുവെച്ചാൽ ഇവിടെ ഇപ്പോൾ ഈ ഫാം ഇരിക്കുന്ന 55 സെൻറ്റ് സ്ഥലത്താണ്. അപ്പോൾ അതിനകത്ത് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് എല്ലാം ഒരു കേജി സംവിധാനമാണ്. ഇപ്പോൾ ഇത് ഒരുപക്ഷെ ശാസ്ത്രീയമല്ലായിരിക്കും, പക്ഷേ എങ്കിലും ഇതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടോ? പ്രായോഗിക ബുദ്ധിമുട്ടില്ല. ഇല്ല 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 ഇങ്ങനെ വളർത്താം എന്ന് മാറ്റി തെളിയിച്ചിരിക്കും. ഇപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ടർക്കിയാണ് ഉള്ളത്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലാർജ് വെയിറ്റ് ടർക്കിയുണ്ട്, ബ്രോൺസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ആദായകരമായി വളർത്താൻ കഴിയുന്ന പക്ഷി, ഏറ്റവും കൂടുതൽ തൂക്കം കിട്ടുന്ന പക്ഷി ഇതിലിപ്പോൾ വൈറ്റാണ് കൂടുതൽ തൂക്കമായിട്ട് തോന്നിക്കുന്നത്. അങ്ങനെയാണ് തോന്നുന്നത്. 6 മാസം കൊണ്ട് ആണാണെങ്കിൽ ഒരു 12 കിലോ അടുത്ത് തൂക്കം തരുന്നത്. 12 കിലോയാണ് വരുന്നത്. ഈ സാഹചര്യത്തിൽ സംരക്ഷിച്ചിട്ട് പോകും. അത് ഇവ തുറന്നുവിടാതാണ് വളർത്തുന്നത്. ആഴ്ച ഒരു ദിവസം തുറന്നു വിടും. ഞാനിതിനകത്ത് പുല്ല് എല്ലാ സാധനവും കൊടുക്കും. എല്ലാ ദിവസവും ഈ കൂട് വൃത്തിയാക്കി വെച്ചു. എല്ലാ ദിവസവും ഇത് ഇളക്കി ഇടും. എന്തൊക്കെ തീറ്റകളാണ് ടർക്കിക്ക് നൽകുന്നത്? ടർക്കിക്ക് ഇവിടെ കോഴിത്തീറ്റയാണ് കൊടുക്കുന്നത്. കോഴിത്തീറ്റ, പിന്നെ പുല്ലിട്ട് കൊടുക്കും. പിന്നെ ആഴ്ച ഒരു ദിവസം ഞാനിവിടെ മെയിനായിട്ട് ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെയാണ് കൊടുക്കുന്നത്. പിന്നെ ബ്രീഡിങ്ങിൽ അധികം വരുന്ന മെയിൽ വരുന്നതിന് വളർത്തി ഇറച്ചി കൊടുക്കും. എത്ര ദിവസം എത്ര മുട്ടയാണ് ഒരു ടർക്കിയിൽ നിന്ന് കിട്ടുന്നത്? 180 മുട്ടകൾ ഒരു വർഷം കിട്ടും. സാധാരണ താറാവിൻ്റെ മുട്ടയും ടർക്കിയുടെ മുട്ടയും തമ്മിലുള്ള വ്യത്യാസം? ടർക്കി മുട്ട എല്ലാ മുട്ടകളും എൻ്റെ അനുഭവത്തിൽ ടേസ്റ്റിയാണ്, സോഫ്റ്റാണ്. കഴിച്ചിട്ടുണ്ട്. പുറത്തേക്ക് ആളുകൾ വിൽക്കുന്നുണ്ടോ? ഇവിടെ മുട്ട വിൽക്കുന്നില്ല. ഇവിടെ ഞാൻ സ്വന്തമായിട്ട് ഹാച്ച് ചെയ്ത് കുഞ്ഞുങ്ങളെ കൊടുക്കുകയാണ്. എത്ര ദിവസം കൊണ്ടാണ് ടർക്കി? 28 ദിവസം വേണം ഒരു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 180ഓളം മുട്ട ഒരു വർഷം കിട്ടും. കൊത്തുമുട്ട തന്നെ കിട്ടും. വിരിയിക്കാനാണ് 180 മുട്ടയിടും. നമ്മൾ 250 മുട്ടയോളം ഒരു വർഷം നമുക്ക് ഹാച്ചിനായിട്ട് ഉപയോഗിക്കാം. ഒരു ദിവസം ഈ മാറ്റി ടർക്കി കുഞ്ഞുങ്ങളെ എവിടെ നിന്നാണ് വാങ്ങിച്ചത്? ഞാൻ വാങ്ങിച്ചത് കൊല്ലത്തു നിന്നാണ്, സർക്കാരിൻ്റെ ഫാമിൽ, കുരിപ്പുഴ സർക്കാർ ഫാമിൽ. ഒരു ദിവസം പ്രായമായ കുഞ്ഞിന് 30 രൂപയാണ്. അല്ല, 22 ദിവസമായ കുഞ്ഞിന് 160 രൂപ കൊടുത്താണ് വാങ്ങിയത്. 160 രൂപ കൊടുത്താണ്. 28 ദിവസമായ കുഞ്ഞിനാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. നമുക്കിതിൻ്റെ ഒരു ബ്രീഡിംഗ് പരുവം, അതായത് ഇണ ചേർക്കാൻ പറ്റുന്ന ഒരു പ്രായം എപ്പോഴാണ്? 6 മാസമാണ്. 6 മാസം. ഇതിന് പ്രത്യേക സൂര്യപ്രകാശമായിട്ട് എന്തെങ്കിലും പറ്റും? സൂര്യപ്രകാശമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നും കാണുന്നില്ല. തുറന്നു വിട്ട് വളർത്തിയില്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവും? ഇല്ല. ഇത് നമുക്ക് തുറന്നു വിട്ട് വളർത്താൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇതിന് ഫീഡിൻ്റെ ചിലവ് വളരെ കുറയ്ക്കാം. തുറന്നു വിടാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ മറ്റേ പച്ചിലയും എല്ലാം നമ്മളിവിടെ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാഭം തുറന്നിട്ട് വളർത്താമെങ്കിൽ ലാഭം കൂടുതൽ കിട്ടും. ഇറച്ചിക്ക് വേണ്ടി വളർത്തുവാണെങ്കിൽ തുറന്നിട്ട് വളർത്താമെങ്കിൽ ലാഭം കൂടുതൽ ഇതിന് ഫീഡിനേക്കാൾ ആവശ്യം പുല്ലാണ്. ഈ മരിയ ഫാമിൽ ഈ ടർക്കി കുഞ്ഞുങ്ങളെ അന്വേഷിച്ച ആളുകൾ വരാറുണ്ട്. എത്ര രൂപയ്ക്കാണ് ഇവിടെ വിൽക്കുന്നത്? ഇവിടെ 45 ദിവസമായ കുഞ്ഞാണെങ്കിൽ ജോഡിക്ക് 350 രൂപ, അത് കഴിഞ്ഞാണെങ്കിൽ 400 രൂപ. അങ്ങനെ ഓരോ സ്റ്റേജ് അനുസരിച്ചാണ് കൊടുക്കുന്നത്. അതൊരു 4 മാസമായാൽ 650 രൂപ ജോഡിക്ക്. വേറെ എന്തെങ്കിലും പ്രത്യേക പരിചരണ മുറകൾ ആവശ്യമുണ്ടോ ടർക്കിക്ക്? കുഞ്ഞുങ്ങൾക്ക് വളരെ എല്ലാത്തിനേക്കാളും കെയർ വേണം. ക്വാളിറ്റി കൂടുതലാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു മാതൃക? എന്തൊക്കെയാണ് ഞങ്ങളെന്ന് വെച്ചാൽ ഇവിടെ കുഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകമായിട്ട് കേജിലിട്ട് അതിന് സംരക്ഷണം പ്രത്യേകം കൊടുക്കുന്നു. നല്ല മെച്ചപ്പെട്ട ഗ്രാമപ്രിയ കോഴികളാണ്. എവിടുന്നാണ് ഇതിനെയൊക്കെ വാങ്ങിച്ചത്? ഇവിടെ തന്നെ മുട്ട ഇടിയിച്ച് വിരിയിക്കുകയാണ്. ഗ്രാമപ്രിയയുടെ പേരൻറ് സ്റ്റോക്കിനെ കൊണ്ട് എത്രത്തോളം പേരൻറ് സ്റ്റോക്ക് ഉണ്ട്? ഇവിടെ 10 പേരുണ്ട്. ഗ്രാമപ്രിയ കോഴിയുടെ മുട്ട ചുവന്ന തവിട്ട് നിറത്തിലുള്ള, അതുകൊണ്ട് തന്നെ നല്ല മാർക്കറ്റിൽ നല്ല വില. നാടൻ മുട്ടയുടെ തന്നെ വില കിട്ടും. മുട്ട വിൽക്കുന്നുണ്ടോ? മുട്ട വിൽക്കുന്നില്ല. പൂർണ്ണമായിട്ടൊരു ബ്രീഡറാണ് അല്ലേ? ഇത്തരം കാര്യങ്ങളൊക്കെ ബ്രീഡ് ചെയ്ത് പരമാവധി കുഞ്ഞുങ്ങളെ ഇതിനകത്ത് ലാഭമാണ്. അപ്പോൾ ഒരു ദിവസം ഈ എത്ര ദിവസം പ്രായമായ കോഴിക്കുഞ്ഞിനാണ് വിൽക്കുന്നത്? 45 ദിവസം മുതൽ കൊടുത്തു തുടങ്ങും. എത്ര അതിൻ്റെ വില? 45 ദിവസമായ കുഞ്ഞിന് 70 രൂപയാണ്. 70 രൂപ. അത് കഴിഞ്ഞ് ദിവസത്തിൻ്റെ അനുസരിച്ച് വില മാറിക്കൊണ്ടിരിക്കും. മുട്ടക്കോഴിക്ക് ആവശ്യക്കാർ വരുന്നത് ധാരാളം ആവശ്യക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഗ്രാമപ്രിയക്കാണ് അവർ. ഗ്രാമപ്രിയക്കാണ്. അതുകൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഗ്രാമപ്രിയ ഉൽപ്പാദിപ്പിക്കുന്നത്. ഗ്രാമപ്രിയക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഈ അടുക്കള മുറ്റത്ത് വളർത്താൻ കഴിയുന്ന രീതിയിലുള്ള കോഴിയാണ് സാറിന് വാങ്ങിച്ചിട്ട് വീട്ടുമുറ്റത്ത് തന്നെ വളർത്താൻ. പക്ഷെ ഇവിടെ ഒരു പ്രത്യേക രീതിയിലാണ് ഈ ബ്രീഡിംഗ് സ്റ്റോക്കിനെ കിടക്കുന്നുണ്ടാണ്. അങ്ങനെ വളർത്തുന്നുണ്ടാണോ? എന്താ തീറ്റ കൊടുക്കാറ്? ഇതിന് എസ്കേമിൻ്റെ ഫീഡാണ്. എസ്കേമിൻ്റെ ഫീഡ്. എത്രത്തോളം കൊടുക്കേണ്ടി വരും ഒരു കോഴിയൊന്ന്? ഒരു കോഴിക്ക് സാധാരണ അപ്പം മുട്ടയിടുന്ന സമയമാണെങ്കിൽ 50 ഗ്രാം. മരിയ ഫാമിൻ്റെ വിശേഷങ്ങൾ ഓരോന്നും പങ്കുവെച്ച് നീങ്ങുമ്പോൾ ഒരു സന്തോഷം കൂടി നമ്മളെ തേടിയെത്തി.
മരിയ ഫാമിനെ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് ഫാം സ്കൂളായി അംഗീകരിച്ച വാർത്തയാണ്. ഈ വാർത്ത അറിയിച്ചുകൊണ്ട് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ വിശ്വനാഥൻ നമ്മളോടൊപ്പം ഇപ്പോൾ ഈ ഫാമിലെത്തിയിട്ടുണ്ട്. അദ്ദേഹവുമായി ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം ശ്രീ വിശ്വനാഥൻ. മൃഗസംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന നിലയിൽ ഈ ഫാമിന്, അതായത് കുരിശിങ്കൽ ശ്രീ മാത്യു നടത്തുന്ന ഫാം, അത് മരിയ ഫാമിന് എന്തൊക്കെ പ്രത്യേകതകളാണ് പറയാനുള്ളത്? ഇവിടെ ഇപ്പോൾ തന്നെ ഓസ്ട്രിച്ച് ഉണ്ട്, അതുപോലെ എമു ഉണ്ട്, റാബിറ്റ്, പോൾട്രി ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നമുക്ക് ഫെസൻ്റ് ഇങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പോൾട്രി ആയിട്ടുണ്ട്, ആനിമൽസൊക്കെ ആയിട്ടുള്ളതുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ച് അവിടെ ഒരു LMDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ് സെൻ്ററാണ്. ട്രെയിനിങ് സെൻറ്റർ വിവിധ വിഷയങ്ങളിൽ ട്രെയിനിങ് നടത്തുമ്പോഴത്തേക്ക് കർഷകർ വരുമ്പോഴത്തേക്ക് അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. നിങ്ങൾക്കത് ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ തൊട്ടടുത്തുള്ള ഒരു പ്രസ്ഥാനമാണത്. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഇവിടെ വന്നവരെയും കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമുള്ള കാരണമാണ് നമ്മൾ ഇപ്പം ഫാം സ്കൂൾ തന്നെ ഇങ്ങോട്ട് ഒരു തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു പോലും ഞങ്ങളായിരിക്കുകയാണ്. അപ്പം ഡോക്ടർ വിശ്വനാഥൻ, ഈ ഫാം സ്കൂൾ എന്ന് പറയുമ്പോൾ എന്താണ് എന്നൊന്ന് വിശദമാക്കാൻ പറ്റും? നമ്മുടെ ഇത് ലേണിംഗ് ബൈ ഡൂയിങ് മെത്തേഡ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അനിമൽ ഹസ്ബൻഡറി മൃഗസംരക്ഷണ വകുപ്പ് ഫാം സ്കൂൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയറി സെക്ടറിലും അതുപോലെ തന്നെ ഗോട്ട് റെയറിങ്, റാബിറ്റ് റെയറിങ്, പോൾട്രി, പിന്നെ പിഗ്, ഫോഡർ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാം. ഇപ്പം നിലവിൽ എല്ലാ ട്രെയിനിങ് സെൻറ്ററോ അല്ലെങ്കിൽ എല്ലാ ജില്ലയിലും ഗവൺമെൻറ് തലത്തിലുള്ള ഒരു ഫാംസൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ നല്ല ഫാംകാരെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുന്നു. ട്രെയിനിങ് കൊടുത്തതിന് ശേഷം ഇവർക്ക് തന്നെ ഒരു പല ഫാമേഴ്സ് ഇവിടെ ഒന്ന് പറയുമ്പോഴത്തേക്ക് അവരോട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ ഇവർ പറയുമ്പോഴത്തേക്ക് ഒന്നും കൂടി ഫാമറിനെ സംബന്ധിച്ച് അവർ കൂടുതൽ ഇതിലേക്ക് ഇൻട്രസ്റ്റ് ആവുകയും അവർ ഈ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്നുള്ള വിചാരിച്ചിട്ടാണ് ഗവൺമെൻറ് ഇപ്പോൾ ഇങ്ങനൊരു സംരംഭം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫാമിന് എത്രത്തോളം രൂപയുടെ സഹായം നമുക്ക് ഇവർക്ക് മിക്സഡ് ഏജ് ആക്ടിവിറ്റി ആയിട്ടുള്ള ഒരു ഇതിലാണ് ഇത് പോകുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു 1.5 ലക്ഷം രൂപയോടത്തോളം ഇവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ഈ ഫാം കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ കുറച്ചും കൂടി മെക്കനൈസേഷൻ ആ രീതിയിൽ വരാനൊക്കെ വേണ്ടിയിട്ട് ഉപകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവർക്ക് ഈ ഹാച്ചറി അങ്ങനെയുള്ള ഒരു സംവിധാനമൊക്കെ ഉള്ളപ്പോഴത്തേക്ക് അത് ജനങ്ങൾക്ക് കൂടുതൽ യൂസ് ആയിരിക്കും. അത് കാരണമാണ് കോട്ടയം ജില്ലയിൽ ആവട്ടെ ഈ മിക്സഡ് ഏജ് ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഒറ്റയൊരു ഇതേ ഉള്ളൂ. അത് ഈ ഫാമിന് തന്നെയാണ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. താങ്കൾ അധ്യക്ഷനായിരിക്കുന്ന മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ എത്രത്തോളം പഠനാർത്ഥികൾ വരുന്നുണ്ട്? ഒരു വർഷം 3000-ഓളത്തോളം നമ്മൾ ഇൻ ക്യാമ്പസ് ഔട്ട് ക്യാമ്പസ് ഇങ്ങനെ രണ്ടല്ല, ഓഫ് ക്യാമ്പസ് 2 ഇതായിട്ട് വരുന്നുണ്ട്. ഇൻ ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വരുന്ന ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, മറ്റുള്ള അവരുടെ ടി എ ഒഴിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3000 ആളുകളെയും കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ അത് കഴിയുമോ? ഇവിടെ ഡയറി ഇപ്പം വലിയ ഡയറി ഫാമിന് വേറെ ഒരു ഇതുണ്ട്. അപ്പം മിക്സഡ് ഏജ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ പല ഇതുണ്ട്. ഗോട്ടിൻ്റെയും റാബിറ്റിൻ്റെ തന്നെ ആയിട്ടുള്ള വേറെ ഇതുണ്ട്, അവർക്കും നമ്മളിത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു മാസം ഏകദേശം ഒരു 100-200ഓളം സന്ദർശകർ ഒരു 500 ഫാമേഴ്സ് എങ്കിലും എന്താണെങ്കിലും ഒരു പിന്നെ ഫാമിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്നവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടുന്ന് മനസ്സിലാക്കുന്നത്? ഇവിടുന്ന് ഇവർ വളർത്തുന്ന രീതിയും അതുപോലെ കേജ് എങ്ങനെയാണ്, ഓട്ടോമാറ്റിക് വാട്ടറിങ് സിസ്റ്റം, പിന്നെ അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നിന്ന് കണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നേക്കാളും ഒന്നും കൂടി നല്ല ഇഫക്റ്റീവായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴത്തേക്കാണ് അതാണ് ലേണിംഗ് ബൈ ഡൂയിങ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഫാമിലേക്ക് ആളുകൾ വിടുമ്പോഴത്തേക്ക് അവർക്ക് ഇനി വേണമെങ്കിൽ സാധനങ്ങൾ ഇവിടുന്ന് കൊടുക്കാൻ റെഡിയാണെങ്കിലും അവർ പർച്ചേസ് ചെയ്യാനുള്ള ഒരു സംവിധാനം വരെ ഇവർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഇതാണ് നമ്മൾ. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം അല്ലെങ്കിൽ സബ്സിഡി എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും അസിസ്റ്റൻസ് കൊടുക്കാൻ കഴിയും? തീർച്ചയായിട്ടും. അടുത്ത വർഷം മുതൽ ഇവരിങ്ങനെ ട്രെയിനിങ് ഇവർക്ക് വേണ്ടി നടത്തുമ്പോഴത്തേക്ക് ഇവർക്ക് ആ ട്രെയിനിങ് കൊടുക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ എക്സ്പെൻസ് ഇവർക്ക് ടൈം ഇത് ചെയ്യുമ്പോഴത്തേക്ക് അതിനുവേണ്ടി ഇവർക്ക് കുറച്ച് ഫണ്ട് ഇതിനുവേണ്ടി തന്നെ കൊടുക്കുന്നുണ്ട്, പ്രോത്സാഹനമാകും. അങ്ങനെ ഒരു 3 വർഷത്തേക്കാണ് ഇവർ ഇതിപ്പം നിലവിലിങ്ങനെ നമ്മളൊരു ഫണ്ട് ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ 3 വർഷത്തേക്കാണ് ഇത് അവർക്ക് ഇതിങ്ങനെ നിലനിർത്തണം എന്നുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് ഇത് പോകുന്നത്. കോട്ടയം ജില്ലയിൽ എത്ര ഫാം സ്കൂളുകൾ? കോട്ടയം ജില്ലയിൽ ടോട്ടൽ ഇപ്പോൾ 16 ഫാം സ്കൂളുകളും വരും. ഡയറി സെക്ടറിൽ ഇവിടെ നമുക്ക് ബ്ലോക്ക് തലത്തിൽ ഡയറി സെക്ടർ ഓരോന്നും ഇല്ല, 11 ബ്ലോക്കാണ് കോട്ടയം ജില്ലയിലുള്ളത്. അപ്പോൾ 11 ഫാം സ്കൂൾ ഡയറി സെക്ടറിൽ തന്നെയുണ്ട്. പിന്നെ മിക്സഡ് ഏജ് 1, റാബിറ്റ് 1, ഗോട്ടിന് 2 ഉണ്ട്, ഫോഡറിന് 2 ഉണ്ട്. ഇങ്ങനെയാണ് ഈ വർഷം നമ്മളിത് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം മൃഗസംരക്ഷണ വർഷം. തീർത്തും വ്യക്തിപരമായൊരു ചോദ്യം കൂടി, എന്താണ് അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാം സ്കൂളാണ്? എന്ന് പറഞ്ഞാൽ പല ഇതുണ്ടെങ്കിലും ഈ ഫാമിനോട് എനിക്ക് നല്ല, കാരണം ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ കുറേ ആളുകൾ പറഞ്ഞു വിട്ട് അവർ വേണ്ട രീതിയിൽ ഇവിടുത്തെ കുര്യൻ വേണ്ട രീതിയിൽ കർഷകർക്ക് നല്ല ഒരു പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. കാരണം ഇത് നമുക്ക് വളരെ താല്പര്യമുള്ള ഒരു ഫാം തന്നെയാണ്.
തീർച്ചയായും അങ്ങയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഈ ഫാം സ്കൂൾ ഉയരട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതിൽ ഇപ്പം നമ്മൾ കമ്പാരിറ്റീവായിട്ട് ചോദിക്കുമല്ലോ, ഏറ്റവും കൂടുതൽ ലാഭമുള്ള ബിസിനസ് ഏതാണ്? കോഴിയാണോ, ടർക്കിയാണോ, ഗിനിയാണോ? ടർക്കിയാണ് നമുക്ക് ലാഭം. ലാഭം കുഞ്ഞുങ്ങളെ വെക്കുമ്പോൾ ടർക്കിയാണ് മെച്ചം. പക്ഷേ മോർട്ടാലിറ്റി കൂടുതൽ ടർക്കിയുടെ കുഞ്ഞുങ്ങൾക്കാണ്. വളർത്തി സംരക്ഷിച്ച് കഴിഞ്ഞാൽ ടർക്കിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. ഒരു ദിവസം പ്രായമായ കുഞ്ഞിന് 80 രൂപ. കൂടുതൽ ആവശ്യക്കാർ വരുന്നത് കോഴിക്കാണ്, മുട്ടക്കോഴിക്കാണ്. അതെ, മുട്ടക്കോഴി എത്രത്തോളം ഉൽപ്പാദിപ്പിച്ചാൽ വിൽക്കാൻ കഴിയുന്ന സ്ഥിതിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻക്യുബേറ്റർ വലുതാക്കാൻ വല്ല ലക്ഷ്യമുണ്ട്? ഇല്ല ഇല്ല, ഇത്രേ പറ്റത്തുള്ളൂ. ഉള്ള ഒരു കപ്പാസിറ്റി. ഈ മരിയ ഫാമിൻ്റെ ഒരു ക്വാളിറ്റി ഈ പ്രോഡക്റ്റിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉണ്ട്. എന്താ അങ്ങനെ പറയാൻ കാര്യം? ഇച്ചിരി നമ്മളിവിടെ സ്വന്തമായിട്ട് ബ്രീഡ് ചെയ്യുന്ന സാധനം മാത്രമേ കൊടുക്കുന്നുള്ളൂ. പുറത്തുനിന്ന് ഒരു സാധനം വാങ്ങി കുഞ്ഞുങ്ങൾ കിട്ടുന്നില്ല. കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 100% ഗ്യാരണ്ടി പറയുന്നുണ്ട്. അത് പൂവനും പെടയും ഇല്ലാന്ന് പറയാൻ കൃത്യമായിരിക്കും. അത് ആരാണ് ഇതിൻ്റെ ആവശ്യക്കാർ കൂടുതലും? നാട്ടിൻപുറത്തുനിന്ന് ആൾക്കാരാണ് കൂടുതൽ വരുന്നത്. നാട്ടിൻപുറത്ത് ഈ ഭാഗത്ത് ലോക്കലായിട്ട് വരുന്നുണ്ട്, പിന്നെ വെളിയിൽ നിന്നും വരുന്നുണ്ട്. ഒരു കർഷകനായി ഈ ഒരു നല്ല ബ്രീഡറായി അറിയപ്പെടാനാണോ മറ്റൊരു താല്പര്യം, അതോ ഒരു ബിസിനസ്സുകാരനായി അറിയപ്പെടാൻ? ഇല്ല, ഇങ്ങനെ കൃഷിക്കാരനായിട്ട് അറിയപ്പെടാൻ. സോവിയറ്റ് ജില്ല ഇവിടെ കാണാൻ കഴിയുന്നൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുയലുകളുടെ എല്ലാം തൂക്കം നല്ല രീതിയിലുണ്ട്. ഏകദേശം 5 കിലോ ഒക്കെ അടുപ്പിച്ചുള്ള തൂക്കം. എങ്ങനെയാണ് ഈ തൂക്കം വെപ്പിക്കുന്നത്? അതിനെന്തെങ്കിലും ഒരു പ്രത്യേക തന്ത്രമുണ്ടോ? ഇല്ല, ഇവിടെ രാവിലെ 100 ഗ്രാം പെല്ലറ്റ് കൊടുക്കും, പിന്നെ വൈകുന്നേരം 200 ഗ്രാം തീറ്റ കൊടുക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് ചിലപ്പോൾ നല്ല മികച്ചതായിരിക്കും. അതെ, കുഞ്ഞുങ്ങളെ ഇത് ഒറിജിനൽ ബ്രീഡാണ്. അതിനുവേണ്ടി പ്രത്യേക സ്റ്റോക്ക് ഉണ്ടോ? ഉണ്ട്. ആ സ്റ്റോക്ക് കൊടൈക്കനാലിൽ നിന്ന് കൊണ്ടുവന്നാണ്. കൊടൈക്കനാലിൽ സോവിയറ്റ് ജില്ല കൂടാതെ ന്യൂസിലാൻഡ് വൈറ്റും രണ്ടും വൈറ്റൊക്കെ ചെയ്യുന്നത്. സോവിയറ്റ് ജില്ല ന്യൂസിലാൻഡ് വൈറ്റ് മാത്രമേ ചെയ്യൂ. അത്തരം ബ്രീഡുകളോട് പ്രത്യേക താല്പര്യം ഉണ്ടാകാറ്? അതാണ് നമുക്ക് കൂടുതലും തൂക്കം വെക്കുന്നതും ആവശ്യക്കാർ കൂടുതലേക്കും ചോദിക്കുന്നതും. ഈ സാധാരണ ഈ മുയൽ കൃഷി കേരളത്തിൽ കാണുന്നത് ആദ്യം കുറച്ച് ആളുകൾ വളരെ ആവേശത്തോടു കൂടി വരും, കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് നിർത്തി പോകുന്നൊരു കാഴ്ച. എന്താ ഇതിന് മെയിനായിട്ട് പ്രശ്നം എന്ന് വെച്ചാൽ ഫംഗസ് വന്ന അസുഖം വരുന്നുണ്ട്. അതാണ് അതിന് മെയിൻ പ്രശ്നം. ഇവിടെ ഇപ്പോൾ അത്തരം പ്രശ്നങ്ങളുണ്ട്? ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളില്ല. ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ പ്രത്യേക രീതിയിലാണ് കേജ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് കേജ് എന്ന് പറഞ്ഞാൽ നടുക്ക് പുല്ലിട്ട് കൊടുത്ത് വലിച്ചെടുക്കാൻ സംവിധാനം. ഓ, അങ്ങനെ ഒരു സംവിധാനം ചെയ്തിരിക്കുക. അപ്പോൾ ഈ കൃത്യ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് മുയലുകൾ ഈ പുല്ല് വലിച്ചെടുക്കും. അപ്പം നമ്മൾ ഈ കൂട്ടി തന്നെ വീണ് കഴിഞ്ഞാൽ എന്താ കുഴപ്പം? കൂട്ടി തന്നെ വീണത് മൂത്രം ഒഴിച്ച് അതൊക്കെ ചവിട്ടും, കാലുവഴി ഫംഗസ് വരും, ചെവിയിലും മൂത്രം പറ്റും. നമ്മൾ എല്ലാ ദിവസവും ഈ കൂട് തുറന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് ഗർഭിണിയായ സമയത്ത് ഇത് ആക്രമണമുണ്ട്. അപ്പോൾ നമ്മൾ കൈ ഇടുമ്പോൾ ഇത് ചിലപ്പോൾ കടിച്ചു കൊടുക്കും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. കൂടെ എപ്പോഴും ക്ലീൻ ആയിരിക്കും. ഇപ്പോൾ മിച്ചം പുല്ലുണ്ടെങ്കിൽ പോലെ വേസ്റ്റ് ആകത്തില്ല. ഇപ്പോൾ ഈ ന്യൂസിലൻഡ് വൈറ്റും സോവിയറ്റ് ജിഞ്ചിലയും എത്രത്തോളം കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട്? ഒരു വർഷം 50 കുഞ്ഞിനെ കിട്ടും. ഒരു വർഷം 36 കുഞ്ഞ് നമ്മൾ ആവറേജ് കണക്ക് കൂട്ടുന്നുണ്ട്. ഇതിൻ്റെ ന്യൂസിലാൻഡ് വൈറ്റിൽ നമുക്കൊരു 50-55 കുഞ്ഞ് വരെ കിട്ടും. ഒരു 50 കുഞ്ഞിനെ കിട്ടിയ വലിയ ലാഭമുണ്ട്. ഇല്ല, വെറും 36 കുഞ്ഞിനെ കിട്ടിയാൽ 10 മുതലേന്ന് ഒരു മാസം നമുക്ക് 3500 രൂപ, ഇറച്ചി വരയ്ക്ക് ഒരു 130 രൂപ വരയ്ക്ക് കൊടുത്ത ലാഭമുണ്ട്. പക്ഷേ ഈ മുയലിപ്പോൾ നമ്മൾ കാണുമ്പോൾ വളരെ ഓമനത്തുണ്ട്, എല്ലാവരും കാണുമ്പോൾ വളരെ ഇത്രയുള്ള ചെറിയ ജീവി. പക്ഷെ ഇത് വലിയൊരു അളവ് തീറ്റ തിന്നുമെന്ന് പറയാൻ ശരി? ഇല്ലില്ല, ഇതിപ്പോൾ ഞാനിവിടെ കൊടുക്കുന്ന 100 ഗ്രാം പെല്ലറ്റും 200 ഗ്രാം പുല്ലേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടൊരു 6-7 മാസം കൊണ്ട് 4-4.5 കിലോ വരും. ഒരു വർഷം കൊണ്ട് 6.5 കിലോ തൂക്കം വരും. 6.5 കിലോ. അപ്പോൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും മാത്യുവിൻ്റെ ഒരു അനുഭവത്തിൽ ഏറ്റവും ഭാരമുള്ളതായിട്ട് കണ്ടിട്ടുള്ളൊരു മേൽ ഇതാണ് സോവിയറ്റ് ജിഞ്ചിലാണ്. അപ്പോൾ ഈ പേരൻറ്റ് സ്റ്റോക്കിന് ഇതേ വിലയ്ക്ക് വിൽക്കും? ഇല്ല, ഞാനിവിടെ 3 മാസമായ കുഞ്ഞിനെയാണ് കൊടുക്കുന്നത്. ഒരു കുഞ്ഞിന് 450 രൂപ. ഒരു കുഞ്ഞിന് 450. അല്പം വില കൂടുതലല്ലേ? ഇല്ല ഇല്ല ഇല്ല. പൊതു മാർക്കറ്റിൽ എങ്ങനെയാണ്? പൊതു മാർക്കറ്റിൽ 900 രൂപ വരെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇത് 450 രൂപയാണ്. മുയലിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ക്വാളിറ്റി മികച്ചതാക്കാൻ എന്ത് തന്ത്രം സ്വീകരിക്കും? നമ്മളിത് ഇൻ്റർമീഡിയറ്റ് ഇല്ല, അതാണ് അതിൻ്റെ മെയിൻ കാര്യം. സഹോദരങ്ങൾ തമ്മിലുള്ള ഇല്ല. അപ്പോൾ അതിനെ പ്രത്യേകം മാർക്ക് ചെയ്ത് വിൽക്കും. കൊടുക്കുന്നവർക്കും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. പൂർണ്ണമായിട്ട് സങ്കര പ്രചരണം ശ്രദ്ധിക്കും. അപ്പോൾ ഇത് ഈ മുയൽ കർഷകർ, മുയലിലേക്ക് കൃഷി ചെയ്യാൻ വരുന്ന ആളുകൾ, മുയലിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ ഏത് കാര്യം ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കും? ഇതിൻ്റെ ഇൻ്റർബ്രീഡിംഗ് ആണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മളിത് കുഞ്ഞുങ്ങൾ പ്രസവിച്ച് കഴിഞ്ഞാൽ 15 ദിവസം കെയർ കൊടുത്താൽ മാത്രം ലാഭകരമാണ്. ആ കെയർ എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? നമ്മളിപ്പോൾ ഇവിടെ പ്രസവിച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ വേറെ ബോക്സിലാക്കി മാറ്റി വെക്കും. രാവിലെ വൈകുന്നേരം മാത്രം കുടിപ്പിക്കുകയുള്ളൂ. 15 ദിവസം വരെ അങ്ങനെ ചെയ്യും. 16-ാമത്തെ ദിവസം മാത്രമേ നമ്മൾ കൂടുതലിട്ടുള്ളൂ.
ഈ 15 ദിവസങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് മോർട്ടാലിറ്റി ഉണ്ടാകുന്നത്. ഇവിടെ ഒരു 99% കുഞ്ഞുങ്ങൾ ജീവിച്ച് കിട്ടാറുണ്ട്. 99. അപ്പോൾ ആദ്യം തന്നെ വീനിങ്, അതായത് പാലുകൂടി നിന്ന് മാറ്റും. പാല് കൊടുക്കും, രാവിലെ വൈകുന്നേരം മാത്രമേ പാല് കൊടുക്കത്തുള്ളൂ. ഇപ്പോഴത്തെ സമയം മാത്രം അങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്താ അഡ്വാൻറ്റേജ്? അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് നേരം നമുക്ക് കുടുത്തി കിടക്കുമ്പോഴത്തേക്ക് തള്ള കയറി കിടന്ന് ചത്തു പോകാം. അങ്ങനെ ഒരു മരണസമയമുണ്ട്. പിന്നെ കുടിച്ച് നമുക്ക് അറിയത്തില്ല. നമ്മളിതിനെ ഒരു ചെറിയ ബോക്സിനകത്താക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ബോക്സ് തള്ള കൊണ്ടിരുത്തും. അപ്പോൾ അതൊരു പ്രത്യേക കുടിക്കാത്തതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ കയറി ചെയ്യുന്നത് നമുക്ക് ഇവിടെ മരണനിരക്ക് വളരെ കുറവാണ്. മാത്യുവിൻ്റെ ഈ കൃഷിയിലെ തന്ത്രങ്ങൾ കേരളത്തിലെ കർഷകർ അറിയുന്നതിൽ മാത്യുവിന് വിഷമമുണ്ട്? ഒന്നുമില്ല. എല്ലാവരും ഇവിടെ വരുന്നവർക്ക് എല്ലാം പറഞ്ഞു. അങ്ങനെ താങ്കൾക്ക് വിജയിക്കാൻ കഴിയും. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പച്ചക്കറി സംഭരണം കുടുംബശ്രീ ജനശ്രീ വഴി. കാലിത്തീറ്റ ക്ഷാമം പരിഹരിക്കാൻ ചോളം കൃഷി. കൃത്യത കൃഷിയിൽ കർഷകർക്ക് പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. വർദ്ധിച്ചുവരുന്ന പച്ചക്കറി ആവശ്യങ്ങൾക്കനുസൃതമായി വിപണി വികസിപ്പിക്കുവാൻ ഹോർട്ടികോർപ്പ് പദ്ധതി നടപ്പാക്കുന്നു. ദില്ലി, ബോംബെ, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി കേരളത്തിൽ നിന്ന് സംഭരിച്ച് കയറ്റി അയക്കും. ഇതിനായി കുടുംബശ്രീ ജനശ്രീ അയൽക്കൂട്ടങ്ങളെയാണ് ഹോർട്ടികോർപ്പ് പദ്ധതിയുമായി സഹകരിപ്പിക്കുക. പച്ചക്കറി സംഭരണത്തിനും പച്ചക്കറി കൃഷിക്കും കുടുംബശ്രീ ജനശ്രീ അംഗങ്ങൾക്ക് ഹോർട്ടികോർപ്പ് വായ്പകൾ നൽകും. കേരളത്തിലെ കാലിത്തീറ്റ ക്ഷാമത്തിന് പരിഹാരം കാണാൻ ക്ഷീരവകുപ്പ് കാലിത്തീറ്റ നിർമ്മാണത്തിനാവശ്യമായ ചോളം കൃഷി പ്രോത്സാഹിപ്പിക്കും. കേരളത്തിലെ പൊതുമേഖലാ കാലിത്തീറ്റ ഫാക്ടറികൾ സ്ഥിതി ചെയ്യുന്ന തൃശൂർ കല്ലേറ്റുകരയിലും കൊല്ലത്ത് കരുനാഗപ്പള്ളിയിലും കർഷകരുടെ സംഘങ്ങൾ രൂപീകരിച്ച് ചോളകൃഷി നടത്തുവാനാണ് പദ്ധതി. ഇതിനായി കർഷകർക്ക് ചോളവിത്തും കൃഷി സഹായ സബ്സിഡിയും ലഭ്യമാക്കും. കാലിത്തീറ്റയ്ക്ക് ആവശ്യമായ ചോളം വിളവെടുത്ത് ക്ഷീരസംഘങ്ങൾ വഴി ഫാക്ടറികളിലെത്തിക്കും. താൽപ്പര്യമുള്ള കർഷകർ കൊല്ലത്തെയും തൃശൂരിലെയും ബ്ലോക്ക് തല ക്ഷീരവികസന ഓഫീസുകളുമായി ബന്ധപ്പെടണമെന്ന് ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. ശീതകാല പച്ചക്കറികളായ കാബേജ്, കോളിഫ്ലവർ, കാരറ്റ്, റാഡിഷ്, ബീട്രൂട്ട്, കാപ്സിക്കം എന്നിവ വീട്ടുവളപ്പിലും വാണിജ്യാടിസ്ഥാനത്തിലും കൃഷി ചെയ്യാൻ അനുയോജ്യമായ സമയമാണിപ്പോൾ. ശീതകാല പച്ചക്കറികളുടെ തൈകളും വിത്തുകളും വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ ജില്ലാ കേന്ദ്രങ്ങളിലും സീഡ്സ് കോർപ്പറേഷൻ, ആഗ്രോ സൂപ്പർ ബസാർ എന്നിവിടങ്ങളിലും ലഭ്യമാണ്. കാബേജ്, കോളിഫ്ലവർ എന്നിവ നിലത്ത് നടുന്നതോടൊപ്പം ചെടിച്ചട്ടികളിലും ചാക്കുകളിലും നടാം. തിരുവനന്തപുരം പാറശാല മാതൃകാ കാർഷിക സേവന കേന്ദ്രത്തിൽ നിന്ന് കർഷകർക്ക് വിവിധ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാണ്. ട്രാക്ടർ, പവർ ടില്ലർ, കുഴിയെടുക്കുന്ന യന്ത്രം, മെതിയന്ത്രം, നെല്ലുപാറ്റൽ യന്ത്രം, ഞാറുനടിയൽ യന്ത്രം, തെങ്ങുകയറ്റ യന്ത്രം, ടെലിസ്കോപ്പിക് പ്രൂണർ തുടങ്ങി നിരവധി ആധുനിക കാർഷിക യന്ത്രങ്ങളും അവ ഉപയോഗിക്കാൻ പരിശീലനം നേടിയവരുടെ സേവനവും മാതൃകാ കാർഷിക സേവന കേന്ദ്രത്തിൽ നിന്നും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0471 223 0535. പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യത കൃഷിരീതിയിലെ ഗവേഷണ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള നാഷണൽ കമ്മിറ്റി ഓൺ പ്ലാസ്റ്റിക് കൾച്ചർ ആപ്ലിക്കേഷൻസ് ഇൻ ഹോർട്ടിക്കൾച്ചറിന് കീഴിൽ പ്രിസിഷൻ ഫാമിംഗ് ഡെവലപ്മെന്റ് സെന്ററുകൾ പ്രവർത്തിച്ചുവരുന്നു. കേരളത്തിലെ പ്രിസിഷൻ ഫാമിംഗ് ഡെവലപ്മെന്റ് സെന്റർ മലപ്പുറം തവനൂർ കേളപ്പജി കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ഇവിടെ പ്രിസിഷൻ ഫാമിംഗിനെക്കുറിച്ച് കർഷകർക്കും കാർഷിക ഉദ്യോഗസ്ഥർക്കുമായി സൗജന്യ പരിശീലനം നൽകി വരുന്നു. കൃത്യത കൃഷിയുടെ വിവിധ ഘടകങ്ങളായ സംരക്ഷിത കൃഷി, സൂക്ഷ്മ ജലസേചനം, പോളിഹൌസ് നിർമ്മാണം, പോളിഹൌസിലെ ശാസ്ത്രീയ കൃഷിരീതികൾ എന്നിവയെക്കുറിച്ച് വിശദമായ ക്ലാസുകൾ 2 ദിവസങ്ങളിലായി നൽകും. സൗജന്യ പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന വിലാസവും ഫോൺ നമ്പറും: ഡോക്ടർ അബ്ദുൽ ഹക്കീം, പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ, PFDC, തവനൂർ, മലപ്പുറം. ഫോൺ 0494 268 7981. മൊബൈൽ 9446 279626.
ആലപ്പുഴ എസ്.എൽ. പുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം നാളികേര വികസന ബോർഡിന്റെ സഹായത്തോടുകൂടി നടപ്പാക്കുന്ന തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം സൗജന്യ തെങ്ങുകയറ്റ പരിശീലനത്തിന്റെ 5ാമത്തെ ബാച്ചിൽ മുഴുവൻ പേരും സ്ത്രീകളാണ്. തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം പരിശീലന പരിപാടിയിൽ ആലപ്പുഴയിൽ നിന്നും 863 പേർ പരിശീലനം നേടി. നാളികേര വികസന ബോർഡിന്റെ വെബ്സൈറ്റായ കോക്കനട്ട് ബോർഡ് nic.in ൽ നിന്നും പരിശീലനം നേടിയവരെക്കുറിച്ച് അറിയാനും അവരുടെ സേവനം പ്രയോജനപ്പെടുത്താനും കഴിയും. തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം പരിശീലനം ആലപ്പുഴ ജില്ലയിൽ എസ്.എൽ. പുരം ഗാന്ധി സ്മാരക സേവാ കേന്ദ്രത്തിലും കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് കേന്ദ്രത്തിലുമാണ് നടക്കുന്നത്. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള യുവതി യുവാക്കൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാൻ വിളിക്കാവുന്ന ഫോൺ നമ്പറുകൾ: ഗാന്ധി സ്മാരക സേവാ കേന്ദ്രം 047828654993, കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് 047828622446. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിന്റലിന് 16,400 രൂപ, റബ്ബർ RSS 5 15,800 രൂപ, വെളിച്ചെണ്ണ 9,400 രൂപ, കൊപ്ര 6,700 രൂപ, കുരുമുളക് ക്വിന്റലിന് 44,200 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 325 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ കിലോയ്ക്ക് 575 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിന്റലിന് 44,200 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് 42,200 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിന്റലിന് 41,500 രൂപ, വയനാടൻ കുരുമുളക് 41,000 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് കൊപ്ര ക്വിന്റലിന് 6,800 രൂപ, തളിപ്പറമ്പ് 6,400 രൂപ, കാസർഗോഡ് 6,500 രൂപ. വെളിച്ചെണ്ണ കണ്ണൂർ വെളിച്ചെണ്ണ ക്വിന്റലിന് 10,300 രൂപ, കോട്ടയം 10,150 രൂപ, ആലപ്പുഴ 9,400 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.5, 26.1. കൊച്ചി 31.6, 22.6. ആലപ്പുഴ 31.2, 25.6. പുനലൂർ 33, 24.5. തിരുവനന്തപുരം കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.